ഈ 48 മണിക്കൂർ വക്കാലത്ത് ഒപ്പിടുന്നു, രാഹുൽ മാങ്കൂട്ടത്തിൽ മുങ്ങുന്നു. അതിനുശേഷം വരുന്ന വീഡിയോകൾ, അത് രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തുനിന്നാണെങ്കിലും സന്ദീപ് വാര്യരുടെ ഭാഗത്തുണ്ടായ പോസ്റ്റ് ആണെങ്കിലും അതിലെ ചിത്രം പിന്നെ പുറത്തു വന്ന് അത് പിന്നീട് പിൻവലിച്ചാലും ആ ചിത്രം എവിടെയെല്ലാം സർക്കുലേറ്റ് ചെയ്തു, എവിടെയെല്ലാം ഓടി. കേരളത്തിലെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ കഴിഞ്ഞ 48 മണിക്കൂർ കണ്ടത് ഒരു അതിജീവിതക്കെതിരെയും നടക്കാത്ത തരത്തിലുള്ള ആക്രമണമാണ്. ഒരു പക്ഷേ ഈ കഴിഞ്ഞ സമയങ്ങളിലൊന്നും ഇങ്ങനത്തെ ഒരു കേസുകളിലത്തും ഉണ്ടാകാത്ത രീതിയിൽ അതിജീവിതക്കെതിരെ പ്രചാരണങ്ങളും ക്യാമ്പയിനുകളും വളരെ എളുപ്പത്തിൽ നടക്കപ്പെടുകയും ചെയ്തു. ഏത് തരത്തിലാണ് നോക്കിക്കാണുന്നത്? ഞാൻ പറഞ്ഞ പോലെ അത്രയും രൂക്ഷമായിട്ടുള്ള ഒരു ക്യാമ്പയിനിങ് അല്ലേ നടന്നത് മുഴുവൻ? ഒന്നാമത് ഈ ഇഷ്യൂ നമ്മൾ വിവിധ തലത്തിൽ കാണേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. ഒന്ന്, രാഹുൽ മാങ്കൂട്ടം ലീഗലി, അതായത് നിയമപരമായിട്ട് തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നതിനൊക്കെ അപ്പുറം അയാൾ ഒരു ജനപ്രതിനിധിയായിട്ട് തുടരാൻ അർഹനല്ല, അയാൾ ഇനിയും പൊതുസമൂഹത്തിൽ നിൽക്കാൻ അർഹനല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത. കാരണം ഒരാൾക്ക് ഇനി അയാളിലേക്ക് എങ്ങനെ വിശ്വസിച്ച് പോകാനാവും, അല്ലെങ്കിൽ അയാളിലേക്ക് ഒരാൾക്ക് തന്റെ ഭാര്യയെ എങ്ങനെ വിശ്വസിച്ച് വിടാനാവും? അത്തരത്തിലൊരു സാഹചര്യം രാഹുൽ മാങ്കൂട്ടം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതായത് ഒരു മനുഷ്യന്റെ വിശ്വാസ്യത ഏത് തലത്തിൽ നഷ്ടമാകാമോ ആ തലത്തിൽ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരന്റെ എന്ന ജനനേതാവിന്റെ MLA യുടെ വിശ്വാസം ഇവിടെ പോയിരിക്കുന്നു. ഇനി അയാൾ അവിടെ തുടരാനായിട്ട് അർഹനല്ല. തുടർന്നാൽ 6 മാസങ്ങൾക്കപ്പുറം അയാൾ വീഴും. കോൺഗ്രസ് ഇനി അയാൾക്ക് സീറ്റ് കൊടുക്കില്ല എന്ന് എന്തായാലും വ്യക്തമായിട്ടുണ്ട്. പിന്നെ ഒരു കാര്യത്തിൽ എനിക്ക് കോൺഗ്രസ് നേതൃത്വത്തോട് ബഹുമാനം തോന്നി. മറ്റേത് പാർട്ടിയും കാണിക്കുന്നതിനേക്കാൾ അപ്പുറം ആർജവം കോൺഗ്രസ് നേതൃത്വം ഈ ഒരു കാര്യത്തിൽ കാണിച്ചിട്ടുണ്ട്. അതായത് തള്ളി പറയാനായിട്ടുള്ള ചങ്കൂറ്റം കാണിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് VD സതീഷിനെ പോലെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്ന ഒരാള് തന്റെ കൂട്ടത്തിലുള്ള ഒരു MLA ആദ്യ നിമിഷം തന്നെ തള്ളി പറഞ്ഞിരിക്കുന്നു. അയാൾ ഇതുവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല. മുരളീധരൻ ഇന്ന് വന്ന് പറയുന്ന അയാൾ ആരാണ് എന്നുള്ള തരത്തിൽ ചോദ്യം ചെയ്യുന്ന പോലെ നമുക്ക് അയാളുമായിട്ടൊരു ബന്ധമില്ല എന്നുള്ള തരത്തിൽ വന്ന് പറയാനായിട്ട് ആർജവം കാണിച്ചിട്ടുണ്ട്. ഉണ്ണിത്താനെ പോലെ ഒരു MP വന്ന് തള്ളിപ്പറയുന്നു. ഇങ്ങനെ അതേപോലെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വം ഒന്നായിട്ട് തള്ളിപ്പറയുന്നു. അത്തരത്തിലൊരു സാഹചര്യം എന്തായാലും കോൺഗ്രസ് നേതൃത്വം ഇവിടെ കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് മാതൃകാപരമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഇവിടെ പറയുന്നത് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഏറ്റവും വലിയ സുഹൃത്താണ് ഷാഫി പറമ്പിൽ, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അനിയൻ ചേട്ടനാണ് എന്നൊക്കെ പറഞ്ഞ് ചിത്രീകരിക്കുന്ന ഒരാളാണ് ഷാഫി പറമ്പിൽ. ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ ഈ നിമിഷം വരെ എവിടെയും രാഹുൽ മാങ്കൂട്ടത്തിനെ ഡിഫെൻഡ് ചെയ്തതായിട്ട്, രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രതിരോധിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം ചെയ്തത് തെറ്റല്ല എന്ന് പറയുന്നതായിട്ട്, രാഹുലിനെ ന്യായീകരിക്കുന്നതായിട്ട് നമുക്ക് ആർക്കും കാണാൻ സാധിച്ചിട്ടില്ല. ഒരുപക്ഷെ ഈ കഴിഞ്ഞ ദിവസം അല്ല അജു, നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് പലതവണ ഒരേ വാചകം റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ഡിഫെൻഡ് ചെയ്യാതിരിക്കലും പിന്തുണ കൊടുക്കലും ഒന്നാണെന്ന് കരുതുന്നില്ല. ഇത് പറയുകയും പിന്നെ അവരുടെ പേരിലുള്ള സോഷ്യൽ മീഡിയ ബ്രിഗേഡ് അവരുടെ അതേ പാർട്ടിയിലെ വനിതാ നേതാക്കന്മാരെ പുളിച്ച തെറി വിളിക്കുകയും ചെയ്യുന്നതൊക്കെ പിന്തുണയാണെന്ന് അജുവിന് തോന്നുന്നുണ്ടെങ്കിൽ സോറി, അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇല്ല, എനിക്ക് ഈ നിമിഷം വരെ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ന്യായീകരിച്ചായിട്ട് എനിക്ക് തോന്നുന്നില്ല. വ്യക്തമായിട്ട് എന്റെ കൺമുമ്പിൽ തോന്നിയിട്ടില്ല. കാര്യം ഷാഫി പറമ്പിൽ വന്ന് പറയുമ്പോഴെല്ലാം നിയമത്തിന്റെ വഴിക്ക് പോകും, ഞങ്ങൾ രാഷ്ട്രീയപരമായിട്ട് നേരിടും എന്നൊന്നും പറഞ്ഞിട്ടില്ല, ഞങ്ങൾ കോട്ട കെട്ടി രാഹുലിനെ സംരക്ഷിക്കും എന്നൊന്നും പറഞ്ഞില്ല, അല്ലെ അത് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ് ഷാഫി പറമ്പിൽ ഓടിയിട്ടില്ല. ആ ഒരു കാര്യത്തിൽ ഷാഫി പറമ്പിൽ ഇതുവരെ മാന്യത കാണിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഒരു സുഹൃത്ത് ചെയ്താൽ, നമുക്കെല്ലാം സുഹൃത്തുക്കളുണ്ട്, നമുക്ക് 100 കണക്കിന് സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കും. ഞാൻ ചോദിക്കുന്നത് സൈബർ വെട്ടുകളെ അഴിച്ചുവിട്ടിരിക്കുന്നത് CPM ആണോ? അല്ലല്ലോ. സൈബർ വെട്ടുകളെ അഴിച്ചുവിട്ടിരിക്കുന്ന ഷാഫി പറമ്പിലാണോ? അല്ലല്ലോ. ഷാഫി പറമ്പിലാണ് എന്നുള്ളത് എന്ത് അടിസ്ഥാനമുള്ളത്? ഇവിടെ ഷാഫി പറമ്പിലിന്റെ മേലിൽ ഈ കാര്യം കൂടെ ഞാൻ ഷാഫി പറമ്പിൽ ഒരു ആരാധന ഒരു കാലത്ത് ഷാഫി പറമ്പിൽ നേതൃത്വം കൊടുക്കുന്ന വാർ ഗ്രൂപ്പാണ്. ഷാഫി പറമ്പിൽ നേതൃത്വം കൊടുക്കുന്ന ഷാഫി പറമ്പിലാണ് ഞാൻ പറയുന്നു. ഷാഫി പറമ്പിലും കോൺഗ്രസിന്റെ സൈബർ സംഘടന എന്താണ് ഇവിടെ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന നേതാവിന് അസൂയ അയാളെ ടാർഗറ്റ് ചെയ്യുന്ന കളിയാണ് നടക്കുന്നത്. നമുക്കെല്ലാം 100 കണക്കിന് സുഹൃത്തുക്കളുണ്ട്, നമുക്കെല്ലാം 1000 സുഹൃത്തുക്കളുണ്ട്, ആത്മസുഹൃത്തുക്കൾ 10 പേര് കാണും. ഈ ആത്മസുഹൃത്തുക്കൾ കാണിക്കുന്നത് നമ്മളാണ് ഉത്തരവാദി. നമ്മുടെ ആത്മസുഹൃത്തുക്കളെ നമ്മളോട് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. എന്റെ സമയമായി നമ്മുടെ സുഹൃത്തുക്കൾ കാണിക്കുന്നത്. രാഹുൽ ഈശ്വർ അകത്തായപ്പോ ഒരാളെ കിട്ടിയല്ലോ ചാനലില്, ഗംഭീരായിട്ടുണ്ട്. രാഹുൽ ഈശ്വർ എന്നെ രാഹുൽ ഈശ്വറിനെ വണ്ടിയിൽ കെട്ടാനായിട്ട് നോക്കണ്ട, എന്നെ രാഹുൽ ഈശ്വറുമായിട്ട് ബന്ധപ്പെടുത്താനായിട്ട് നോക്കണ്ട. രാഹുൽ ഈശ്വറിനെ പോലെ വഴിയെ പോകുന്ന എല്ലാ കേസുകളും
ഈ നിമിഷം പറയുന്നു രാഹുൽ മാങ്കൂട്ടം ചെയ്തത് തെറ്റാണ്. പക്ഷെ ആ തെറ്റ് ഷാഫി പറമ്പലിന്റെ മേൽ കെട്ടിവെക്കാനായിട്ടുള്ള ശ്രമം അംഗീകരിക്കാൻ പറ്റുന്നല്ല, ന്യായീകരിക്കാൻ പറ്റുന്നല്ല എന്നുള്ളത് തന്നെയാണ് എന്റെ നിലപാട്. അല്ല ഞാൻ ഷാഫി പറമ്പലിന്റെ ആളോ ഷാഫി പറമ്പലിനെ ന്യായീകരിക്കുന്ന ആളോ ഈ കാര്യത്തിൽ ബോധപൂർവമായിട്ട് ഷാഫി പറമ്പലിന്റെ ഇമേജ് തകർക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ആ ശ്രമം അംഗീകരിക്കാൻ പറ്റുന്നില്ല ഞാൻ പറയുന്നത്. പിന്നെ രാഹുൽ ഈശ്വറിന്റെ വണ്ടികളൊന്നും എന്നെ കെട്ടണ്ട, രാഹുൽ ഈശ്വറിന്റെ കാര്യത്തിലൊന്നും എന്നെ പെടുത്തണ്ട. ഞാൻ ഓക്കെ ഒരു പരിധി വരെ ഈ പുരുഷന്മാർ ഇവരെ അവഗണന നേരിടുന്നു എന്ന് സോഷ്യൽ മീഡിയ പറയുന്ന ഒരാളൊക്കെ, പക്ഷെ രാഹുൽ ഈശ്വറിനെ പോലെ വഴിയെ പോകുന്ന കേസുകളെല്ലാം ഏറ്റെടുക്കുകയും രാഹുൽ ചെയ്തവർ, അതായത് രാഹുൽ മാങ്കൂട്ടം ചെയ്തത് ശരിയാണെന്നൊന്നും പറയുന്ന ആളൊന്നുമല്ല. രാഹുൽ ചെയ്തത് തെമ്മാടിത്തരമാണ്. രാഹുൽ ജനപ്രതിനിധിയായിട്ടിരിക്കാൻ യോഗ്യനല്ല. രാഹുൽ അഭിപ്രായമുള്ള ആളുകൾ. ഞാൻ പറയുന്നത് ഷാഫി ഈ കേസിൽപ്പെടുത്താൻ ശ്രമിക്കണ്ട, ഷാഫി ഈ വണ്ടി കെട്ടാൻ നോക്കണ്ട എന്നുള്ളതാണ്. നിങ്ങൾ ഷാഫി ലിങ്ക് ഞാൻ ആ നിമിഷം അംഗീകരിച്ചേക്കാം. അജു ഇപ്പെടുത്ത കേസ് ഏതാണ്? അജു ഇപ്പെടുത്ത കേസ് ഏതാണ്? രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസല്ലേ? വഴിയെ പോകുന്ന എല്ലാം എടുക്കണ്ട. രാഹുൽ ഞാൻ ഈ സ്റ്റേറ്റ്മെന്റ് തുടങ്ങിയത് എങ്ങനെയാണ്? രാഹുൽ ഒരു നിമിഷം പോലും ജനങ്ങൾക്കിടയിൽ നിൽക്കാൻ യോഗ്യനല്ല, ഈ പണി നിർത്തിപ്പോകുന്നതോടെ തുടങ്ങിയാണ് ഞാൻ പറഞ്ഞത്. ഷാഫി പറമ്പലിനെതിരെയുള്ള അറ്റാക്കിനാണ്. അല്ല അജു, ഒറ്റ കാര്യം അജു, റീൽസ് ഇടുമ്പോൾ ലൈക്ക് ചെയ്യാൻ യൂത്ത് ബ്രിഗേഡ് ഒരുമിച്ച് അല്ല അജു, നിലമ്പൂർ ഇലക്ഷൻ വരെ റീൽസ് ഇടുമ്പോൾ ഒരുമിച്ച് റീൽസ് ഇടുമ്പോൾ ലൈക്ക് ചെയ്യാൻ യൂത്ത് ബ്രിഗേഡ് ഒരുമിച്ച് ആക്രമണത്തിന് ഈ കൂടെ നിൽക്കുന്നവർക്ക് പങ്കില്ലെന്നാണോ? ഷാഫി പറമ്പിൽ തള്ളി പറഞ്ഞിട്ടുണ്ടോ? ഷാഫി തള്ളി പറഞ്ഞിട്ടുണ്ടോ? ഷാഫി തള്ളി പറഞ്ഞിട്ടുണ്ടോ? ഷാഫിയോട് മാധ്യമങ്ങൾ ചോദിച്ചു, ഷാഫി ന്യായീകരിച്ചു, സംരക്ഷിച്ചു. ഷാഫിക്കെല്ലാം അറിയാം. ഷാഫിയാണ് ഇയാളെ കൊണ്ടുപോയി മത്സരിപ്പിച്ചത്. ഷാഫിക്കെല്ലാം അറിയാം. ഷാഫിയാണ് ഇപ്പോഴും സംരക്ഷിക്കുന്നത്. ഷാഫി ഇതുപോലെയുള്ള എന്ത് നിലപാട് സ്വീകരിച്ചു? എവിടെ തള്ളി പറഞ്ഞു? എവിടെയും തള്ളിയിട്ടില്ല. ഷാഫി എവിടെയും തള്ളിയിട്ടില്ല. അജു എത്ര ന്യായീകരിച്ചാലും ഈ ചർച്ച കേൾക്കുന്ന പ്രേക്ഷക സമൂഹം വിലയിരുത്തട്ടെ. ഒരു സെക്കൻഡ് പോലും ഷാഫി ഈ രാഹുലിനെ തള്ളി പറഞ്ഞിട്ട് ഒരു പ്രസ്താവന ഇറക്കിയിട്ടില്ല. നിങ്ങൾക്കറിയാലോ. ഷാഫി ഇയാളെ തള്ളി പറയുന്ന ഒരു വീഡിയോ കാണിക്കും. ഷാഫി ഒരുപാട് റീൽസിൽ ആളാണല്ലോ, ഒരുപാട് റീൽസും വീഡിയോ ഒക്കെ ഇറക്കുന്ന ആളാണല്ലോ. ഈ അതിജീവികളുടെ കൂടെ നിൽക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന ഈ പറവട്ടെ തള്ളി പറയുന്ന ഒരു 30 സെക്കൻഡ് വീഡിയോ നിങ്ങൾ കാണിക്കേ. ഒരു 30 സെക്കൻഡ് വീഡിയോ നിങ്ങൾ കാണിക്കൂ. ഒരു 30 സെക്കൻഡ് വീഡിയോ കാണിക്കൂ. നിങ്ങൾ ഷാഫി ഇയാളെ തള്ളി പറയുന്ന ഒരു 30 സെക്കൻഡ് വീഡിയോ കാണിക്കൂ. എന്നിട്ട് അഭിപ്രായം പറ. ഷാഫി കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവല്ലേ? എന്താ വീക്ഷണം പത്രം ഇന്നലെ എഴുതിച്ചത്? അയാൾ എന്താണോ ചെയ്തത് അതിന്റെ ഉത്തരവാദി അയാളാണ്, അല്ലെങ്കിൽ അയാളുടെ കാര്യം നോക്കുന്നത് അയാളാണ് എന്നാണ് പറഞ്ഞത്. അതായത് പാർട്ടിക്കോ ഷാഫിക്കോ ഇതിൽ ഇൻവോൾവ്മെന്റ് ഇല്ല എന്നാണ് പറഞ്ഞത്. അത് ഇപ്പോഴല്ലേ രാവിലെ പറഞ്ഞാണ്, അല്ലെങ്കിൽ ഇന്നലെ വൈകിട്ട് പറഞ്ഞാണ്. ഇപ്പോഴല്ലേ? നിങ്ങൾക്ക് പരിശോധിച്ചാൽ കാണാം. എന്തായിരുന്നു നേരത്തെ ഇയാളെ കുറിച്ച് പറഞ്ഞത്? നേരത്തെ ഇവർ തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരുന്നു? ഇത്രയും ഗുരുതരമായ ഒരു കേസ് വന്നിട്ട് ജനങ്ങൾക്ക് മുമ്പിൽ ശക്തമായ ഒരു വാദം തള്ളിപ്പറയുന്നുണ്ടായോ? ഒന്നും ഉണ്ടായിട്ടില്ല. അടുത്ത 10 സുഹൃത്തുക്കൾക്കാണ്. ഓക്കെ, വസീഫ് നിങ്ങളുടെ സുഹൃത്തായിരിക്കാം, അല്ലെങ്കിൽ റഹീം നിങ്ങളുടെ സുഹൃത്തായിരിക്കാം. ഇവരെല്ലാം ചെയ്യുന്നതെല്ലാം നിങ്ങളോട് പറഞ്ഞിട്ടാണോ ചെയ്യുന്നത്? ഇവർ രാവിലെ എങ്ങോട്ട് പോകുന്നു, വൈകിട്ട് എങ്ങോട്ട് പോകുന്നു, നിങ്ങളോട് പറഞ്ഞിട്ടാണോ ചെയ്യുന്നത്? അല്ലെങ്കിൽ വി കെ സനോജിന് ഒരു കണ്ണ് ഈ റഹീം സനോജ് കൂടെ വെക്കാനായിട്ട് ചെയ്യുന്നതൊക്കെ രാഹുൽ അതിന്റെ ഉത്തരവാദി രാഹുലാണ്. മറ്റൊരാളെ ബന്ധപ്പെടുത്തുന്നതാണ്. എന്റെ സുഹൃത്തുക്കൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരാണ് ഉത്തരവാദി, ഞാനല്ല ഉത്തരവാദി. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ രാഹുൽ മാത്രമല്ല ഉത്തരവാദി, രാഹുലിനെ സംരക്ഷിക്കുന്ന ഈ കോൺഗ്രസ് നേതൃത്വ ഉത്തരവാദിയാണ്. കേരളത്തിലെ കോൺഗ്രസ് ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് ഷാഫി. ഇതുവരെ ഈ സംഭവം ഇത്രയേറെ ഉണ്ടായിട്ടും ഒരു വാക്കുകൊണ്ട് അദ്ദേഹത്തെ തള്ളി പറഞ്ഞിട്ടില്ല. ഒരു വാക്കുകൊണ്ട് തള്ളി പറഞ്ഞിട്ടില്ല. എത്ര ന്യായീകരിച്ചാലും ഇതെല്ലാം ജനങ്ങൾക്കറിയാം. ഇതെല്ലാം ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ്. ഇതൊക്കെ ആർക്കാണ് അറിയാത്തത്?
ഓക്കെ എവിടെ ശരി നിന്നും ശരി കേട്ടില്ല. ശരി ഞാൻ അങ്ങനെ ഞാൻ ഞാൻ തിരികെ എത്താം. ശ്രീ അങ്ങനെ റജീബി തള്ളുമായിരുന്നെങ്കിൽ റജീബി വീണ്ടും അജു പറയുന്നത് അവിടെ നിൽക്കട്ടെ. വീക്ഷണ പത്രത്തിൽ എഴുതിയതുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ എഴുതിയവരോട് പോയി ചോദിക്കൂ എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. പ്രതിപക്ഷ നേതാവിനെ അടക്കം സൈബർ കോൺഗ്രസ് എന്ന് പേരിട്ട് വന്നവർ ആക്രമിക്കുകയും വായി തോന്നിയ കമന്റുകളൊക്കെ പറഞ്ഞത് നമ്മൾ കണ്ടതാണ്. കോൺഗ്രസ് ഇതിനകത്ത് നേരത്തെ പറഞ്ഞില്ലേ, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വീക്ഷണം പത്രത്തിനകത്ത് വരെ ആരാണ് ഇര എന്ന് പാർട്ടി മുഖപത്രത്തിന് അറിയില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും നേരത്തെ ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞ നിങ്ങളൊരു വടിയെടുത്ത് കൊടുത്തിട്ടുണ്ട് CPM-ന്റെ കയ്യിൽ, BJP-യുടെ കയ്യിൽ, തല്ലിക്കോ തല്ലിക്കോ എന്ന് പറഞ്ഞ് വടിയെടുത്ത് കൊടുത്തിട്ട് ഇത് രാഷ്ട്രീയ നരേറ്റീവാണെന്ന് പറഞ്ഞാൽ ഇത് ആര് വിശ്വസിക്കും?